പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ശോഭാ സുരേന്ദ്രനെതിരെ പുറത്തുവന്ന തെളിവുകൾ, പണം നൽകി വോട്ട് പിടിക്കാനുള്ള ശ്രമം, സാരി നൽകി വോട്ട് പിടിക്കാനുള്ള ശ്രമം, അത് തെളിവായി തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതിനോട് BJP പ്രധാന നേതാക്കൾ, അങ്ങടക്കമുള്ള നേതാക്കളുടെ ഒന്നും പ്രതികരണം കണ്ടില്ല. ഈ ഘട്ടത്തിൽ പ്രതികരിക്കാമല്ലോ, ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഞങ്ങൾക്ക് ഈ പണം കൊടുത്തും സാരി കൊടുത്തും ഒന്നും വോട്ട് പാകേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ മുദ്രാവാക്യത്തെ ജനങ്ങൾ സ്വമേധയാ നെഞ്ചേറ്റുകയാ. പിന്നെ എന്തിനാണ് ശോഭ അത് ചെയ്തത്? ഞങ്ങൾ പറഞ്ഞല്ലോ, വികസിത കേരളം, സുരക്ഷിത കേരളം. അതുപോലെ തന്നെ അത് നിങ്ങളുടെ ഈ മാധ്യമങ്ങളെ സൃഷ്ടി മാത്രമേ പൈസ കിട്ടിയെന്ന് അവർ പറയുന്ന തെളിവ്, ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്ന കേസ്, അങ്ങനെ അതായത് കേസെടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാതി കൊടുത്തു, ദൃശ്യങ്ങൾ കണ്ടില്ലേ? അങ്ങ് കണ്ടോ? എവിടെയാ നിങ്ങൾ പൈസ വാങ്ങുന്ന? എന്ത് ദൃശ്യം? ആര് വാങ്ങുന്നത്? ശോഭ തന്നെ പറയുന്നു പൈസ കൊടുത്തിട്ടുണ്ട്. ശോഭ തന്നെ പറയുന്നുണ്ട്, നോക്കൂ, ഓഡിയോ കേട്ടോ, ശോഭ തന്നെ പറയുന്നുണ്ട് പൈസ കൊടുത്തു എന്ന്. അവര് അത് വാങ്ങി, അതിനെ സംബന്ധിച്ച് അത് ഈ വാങ്ങി എന്ന് പറയുന്ന ആ സ്ത്രീ അവർ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട് പണം എന്ന് അവര് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ പിന്നെ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ അവര് ഉത്തരം പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇപ്പൊ ചോദിക്കേണ്ടതില്ല. അതിന്റെ ചോദ്യവും ഉത്തരവും ഒക്കെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിരുന്നു. ശ്രീകൃഷ്ണ, ഈ പണം കൊടുത്ത സ്ത്രീ ശോഭയുടെ വാഹനത്തിൽ കയറിയ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. ചാനലിന്റെ അല്ല ഞാൻ റിപ്പോർട്ടർ ചാനലിൽ തന്നെയാണ് ഇത് കണ്ടത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നിങ്ങളുടെ ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചു, ആരോപണം നിങ്ങൾ ആവർത്തിക്കുന്നു, അത് നടക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കല്ലാതെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും എതിരായിട്ട് വളരെ ശക്തമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് സാരി കൊടുത്തോ പണം കൊടുത്തോ അതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനും വേണ്ടിവരും. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഉപേക്ഷിച്ചു. സ്മൃതി, ആകെയുള്ള അവശേഷിക്കുന്നത് അല്പം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ്.